ഇതാണ് ഞങ്ങളുടെ അബുദാബി പെയ്ത മഴ കേട്ടോ. മഴയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയല്ലേ തുള്ളിക്കൊരു കുടവ്. ഇടി വെട്ടി നല്ല ഒന്നാം തരം മഴ, അതും കൊള്ളിയാനൊക്കെ ആയിട്ടേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഐസിനകത്ത് നിന്ന് മഴ പെയ്യുന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ എല്ലാവരും മഴയാന്ന് പറഞ്ഞപ്പോൾ പോയി മഴ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പുറത്ത്. അങ്ങനെ വൈകുന്നേരം ആയപ്പം കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയേ. മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുമല്ലേ അല്ലേ, ഒരു കോഫിയൊക്കെ കുടിച്ചില്ല പിന്നെ എന്നതാന്നേ. നല്ല തണുപ്പും മഴയും. ആ മഴ കഴിഞ്ഞിറങ്ങിയ ഈവനിങ് എന്നൊക്കെ പറയുമ്പം ജോൺസൺ മാഷിയുടെ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം സെറ്റ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കോഫിയൊക്കെ സിപ്പ് ചെയ്ത് കുറച്ചു നേരം അവിടെ ഇരുന്നേ. അപ്പോഴത്തേനും ജോലി തീരേണ്ട സമയമായി. പിന്നെ കോഫിയൊക്കെ കുടിച്ച് ജോലി കഴിഞ്ഞപ്പോഴത്തേനും 2 പേരെന്നെ കൊണ്ടാൻ വന്നേ. വണ്ടിക്കൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. അതൊരു രസമല്ലേ അല്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ച് നടന്നു പോകാനായിട്ട്. നമ്മൾ എത്ര വണ്ടിയെ പോയാലും ഉണ്ടല്ലോ ഇച്ചിരി മിണ്ടിയും പറഞ്ഞു വെക്കാം പോകുന്നതിൻ്റെ സുഖമൊന്നും വണ്ടിയെ പോയാൽ കിട്ടത്തില്ലെന്നേ. അങ്ങനെ ഞങ്ങൾ ആ വൈബ് പിടിച്ചങ്ങ് പോയി കേട്ടോ. മഴയൊക്കെ തോർന്നതായോണ്ടേ. പക്ഷേ ഞങ്ങൾ വണ്ടി എടുക്കാഞ്ഞതിൻ്റെ മെയിൻ റീസൺ അതൊന്നുമല്ലേ. എന്നാണെന്നറിയാവോ, വണ്ടി എടുത്താൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ് ചിലപ്പോൾ വല്ല വെള്ളം ഉള്ളിടത്തുമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, കാരണം അവിടെ എല്ലാം വെള്ളം കയറുവേ. നമ്മളിപ്പോൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ നടന്നു വന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 3 പേരും കൂടെ എന്നെ പിക്ക് ചെയ്യാൻ ഇവർ നടന്നു വന്ന് ഞങ്ങൾ തിരിച്ച് നടന്നു പോകുന്നത് വളരെ റെയറായിട്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈവനിങ്ങിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് വണ്ടിയൊക്കെ വരുന്നത് നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് വെച്ച് പിടിപ്പിച്ചു. ഞാൻ സാധാരണ തന്നെ ജോലി കഴിഞ്ഞൊക്കെ നടന്നു പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണേ. ഒന്നാമത്തെ കാര്യം മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല, നമ്മൾ തന്നെ നടക്കണ്ടേ. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും. പക്ഷെ ഇന്ന് ഒരു ക്ഷീണമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു കേട്ടോ. വേണം ഒന്നുകൂടെ ജോലിക്ക് പോകാനുള്ള ഒരു എനർജിയും കൂടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അതാ നമുക്ക് ഫാമിലി തരുന്ന ഒരു ഒരു എനർജി ബൂസ്റ്റർ അല്ലേ. ഞങ്ങൾ പിന്നെ ഇച്ചിരി വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് പോയത്. പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഷൂ ഒക്കെ ഇട്ട് വെള്ളത്തിൽ ചവിട്ടും. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് വെള്ളമൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങ് നടന്നു. അപ്പം ശരിയെന്നാ പോയച്ചും വരാം.